തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകുമ്പോൾ നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടും വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. പ്രിയമുള്ളവരെ, ഒരു രാത്രി ലോകപ്രശസ്ത എഴുത്തുകാരനും കൗൺസിലറുമൊക്കെയായ ഡോക്ടർ നോർമൻ വിൻസെൻ്റ് പീൽ, അദ്ദേഹം ദ പവർ ഓഫ് പോസിറ്റീവ് തിങ്കിങ് എന്ന ഒരൊറ്റ പുസ്തകം കൊണ്ട് തന്നെ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരാളാണ്. അദ്ദേഹത്തിനൊരു ഫോൺ കോൾ വരാനിടയായി. പതറിയ സ്വരത്തിലൊരു ചെറുപ്പക്കാരൻ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും നിസ്സഹായമായ ഒരു രാത്രിയിൽ അദ്ദേഹത്തെ ഫോൺ വിളിച്ചുകൊണ്ട് അയാളുടെ വേദനകളും അയാളുടെ ഹൃദയത്തിൻ്റെ സങ്കടങ്ങളും പങ്കുവച്ചപ്പോൾ തിരിച്ചൊന്നും പറയാനില്ലാത്തതുകൊണ്ട് വിൻസെൻ്റ് പീൽ ആ യുവാവിനോട് പറഞ്ഞു, സുഹൃത്തെ, ഈ ഫോണിലൂടെ താങ്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. ഒടുവിൽ പ്രാർത്ഥിക്കാനായി ചെറുപ്പക്കാരനെ സജ്ജമാക്കിയിട്ട് അദ്ദേഹത്തോട് തന്നെ പ്രാർത്ഥിക്കാൻ വിൻസെൻ്റ് പീൽ ആവശ്യപ്പെട്ടു. ആ യുവാവ് ഫോണിൻ്റെ അങ്ങേ തലയ്ക്കൽ തേങ്ങിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ദൈവമേ, അങ്ങയോടൊന്നും ചോദിക്കാൻ ഞാൻ യോഗ്യനല്ല, പക്ഷേ ഈ രാത്രി ഞാൻ വളരെ തളർന്നവനും നിസ്സഹായനുമാണ്, അതുകൊണ്ട് അങ്ങനെ സഹായിക്കണമേ. തുടർന്ന് ആ യുവാവ് തേങ്ങിക്കരയുന്ന സ്വരം വിൻസെൻ്റ് പീലിന് കേൾക്കാമായിരുന്നു. അദ്ദേഹം പറയുകയാണ്, ആ രാത്രിയിലെ ഉള്ളു തുറന്നുള്ള സിൻസിയറായുള്ള ഒരു പ്രാർത്ഥന കൊണ്ട് ആ ചെറുപ്പക്കാരൻ തൻ്റെ ജീവിതത്തിലേക്ക് ഒരുപാട് പ്രതീക്ഷയോടെ മടങ്ങിപ്പോയി. വിശുദ്ധ ഗ്രന്ഥത്തിൽ ദാവീദ് ഇങ്ങനെ പറയുന്നുണ്ട്, ഉരുകിയ മനസ്സാണ് ദൈവത്തിന് സ്വീകാര്യമായ ബലി, നുറുങ്ങിയ ഹൃദയത്തെ അവിടുന്ന് നിരസിക്കുകയില്ല. നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഒരുപാട് പ്രാർത്ഥിക്കുന്നവരൊക്കെയാവും നമ്മൾ. പലപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ആ ഒരു ഉരുകിയ മനസ്സിൻ്റെ തേങ്ങലായിട്ട് പ്രാർത്ഥന ഉയരാറുണ്ടോ? മഹാത്മാഗാന്ധി പറയുന്നുണ്ട്, പ്രാർത്ഥന പ്രഭാതത്തിൻ്റെ താക്കോലും രാത്രിയുടെ ഓടാമ്പലുമാണ്. ജീവിതത്തിൽ പരിഹരിക്കാനാവാത്ത ദുഃഖങ്ങളുണ്ടാകുമ്പോൾ ഉപവസിക്കണമെന്നും പ്രാർത്ഥിക്കണമെന്നും ഞാൻ കുഞ്ഞുനാൾ മുതലേ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ പരിഹരിക്കാനാവാത്ത ദുഃഖങ്ങളുടെയും സങ്കടങ്ങളുടെയും മുമ്പിൽ ഈ ചെറുപ്പക്കാരനെ പോലെ നമുക്കും പറയാനാകുമോ, ദൈവമേ, അങ്ങയോടൊന്നും ചോദിക്കാൻ ഞാൻ യോഗ്യനല്ല, എങ്കിലും ഇപ്പോൾ ഏറ്റവും നിസ്സഹായമായ ഈ വേളയിൽ അവിടുന്ന് എന്നെ സഹായിക്കണമേ. തീർച്ചയാണ് ദൈവം അത്തരം ഉരുകിയ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകും.